ഇജാതി പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോവും തൂറ്റക്കോയമാരെടുക്കുക. അതിനെന്താ ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതിനേക്കാളും വലിയ ഒരു തൂറ്റക്കോയയില്ല. ഞാൻ ഈ പറയുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. കുട്ടികളാണെങ്കിൽ എപ്പോഴും കരച്ചിൽ, എപ്പോഴും അസുഖം, കണ്ണേറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ വരുന്ന എപ്പോഴും രോഗമാണ്. എന്നാൽ ഡോക്ടറെ കാണിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. എപ്പോഴും ക്ഷീണം, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരിക, എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുക, അതുപോലെ തന്നെ ശരീരവേദന, ഇതൊക്കെ കണ്ണേറിൻ്റെയോ സിഹറിൻ്റെയോ ഭാഗമായിട്ട് ഉള്ളതാണ്. എന്തായാലും കണ്ണേറാണെങ്കിലും സിഹറാണെങ്കിലും അത് നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. ആ ഒരു ഷെറ് നമ്മിൽ നിന്ന് നീക്കാൻ നമുക്ക് കഴിയും. ഒരാളെടുക്കലും പോണ്ട. അതിനെന്ത് വേണം? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. സംസം വെള്ളമാണെങ്കിൽ ഏറ്റവും ഹൈറ്. ആ വെള്ളം വെച്ചിട്ട് അതിലേക്ക് 7 ഫാത്തിഹ ഓതുക. അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 7, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 7, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 7, ആയത്തുൽ കുർസി 3. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിനുശേഷം ഈ ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഈ ദിക്ർ 33 പ്രാവശ്യം ചൊല്ലിയിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. അതുകൊണ്ട് ദേഹം തടവുക, വെള്ളം കൊണ്ട് മുഖം കഴുകുക, കുടിക്കുക. ഇതുള്ള ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. എല്ലാ പൈശാചികമായ അസൂയാവാഹകരായ ആളുകളുടെ ഒക്കെ ഷെറിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ചെയ്തു നോക്കി.